ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആപ്പിൾ പിക്കിളാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ 2 ആപ്പിൾ എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമയം ഒന്നും ഇല്ലാതെ തുടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ അച്ചാറിടുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയോടുകൂടിയാണ് അച്ചാറിടുന്നത്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ ആപ്പിളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കടുകുമാങ്ങ അച്ചാറൊക്കെ ഇടുന്ന ആ പരുവത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റ് മാങ്ങയാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഒരുപാട് നേരം വെച്ചാൽ ഇതങ്ങ് കറുത്ത് പോകും. നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാറിടണം. അങ്ങനെ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/4 കപ്പ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുവാണ്. അപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി. ഇപ്പം നമ്മൾ വെളുത്തുള്ളി മുറിച്ചൊന്നും ഇട്ടിട്ടില്ല, അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നമ്മളിപ്പോൾ 2 ആപ്പിളല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും. അതാണ് വെളിച്ചെണ്ണയിലിടുന്നത്. ഇനി ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു കഷ്ണം കായം, 2 തണ്ട് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ല, അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ കായം ചേർക്കുന്നത്. അപ്പം നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും കായമെല്ലാം ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് അലിഞ്ഞിറങ്ങും. കായപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുത്താൽ മതി. അത് ലാസ്റ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പിരിയൻ മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ആപ്പിളിൽ പുളിയൊക്കെ ഉണ്ടെങ്കിലും വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് പുളി കാണത്തുള്ളൂ. ഇപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് കായമോ ഉപ്പോ പുളിയോ എന്ത് വേണമെങ്കിലും ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ആപ്പിളൊക്കെ മേടിക്കുന്ന സമയത്ത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചുമന്ന കളറിലെ ആപ്പിളിനെക്കാട്ടിലും ഇത്തിരിയും കൂടി അച്ചാറിടാനായിട്ട് നല്ലത് ഗ്രീൻ ആപ്പിളാണ്. കാരണം ഇതിനാണ് ഇത്തിരിയും കൂടി പുളിയൊക്കെ കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറിങ് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.